ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ജോലി ചെയ്യുന്ന സ്ഥലം എനിക്കൊന്ന് കാണാലോ. കൂടെ ജോലി ചെയ്യുന്നവരോടൊക്കെ ഒന്ന് സംസാരിക്കാൻ ചെയ്യാം. അമ്മയുടെ അസുഖം മാറിയിട്ട് ഞാൻ അമ്മയെ ഓഫീസിൽ കൊണ്ടുപോവാം. ഇതെന്തു പറ്റി സാറേ ഇവിടെ വന്നിരിക്കുന്നത്? മാണിക്കുഞ്ഞ്, താനിന്ന് ഗാഥയെ ശ്രദ്ധിച്ചിരുന്നു? പിന്നെ ഗാഥാമാട ഒന്നുകൂടെ സുന്ദരിയായിട്ടുണ്ട് അല്ലേ സാറേ? ഗാഥയ്ക്ക് എന്നോടുള്ള പെരുമാറ്റം ശ്രദ്ധിച്ചിരുന്നു? എന്തു പറ്റി സാറേ? ഗാഥ ഇന്ന് എൻ്റെ അടുത്ത് ഒട്ടും അടുപ്പം കാണിച്ചില്ല. നേരെ ഒന്ന് നോക്കിയതുപോലുമില്ല. യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ പോലും ഒരു ഒഴിഞ്ഞുമാറ്റം പോലെ. അതിനൊക്കെ പറ്റിയ അവസ്ഥയായിരുന്നോ സാറേ ഇവിടെ ഉണ്ടായിരുന്നത്? ആ അമ്മായി മോളും കൂടെ എല്ലാം കുളവാക്കിയില്ലേ? അതിനിടയ്ക്ക് ഒരാൾ എങ്ങനെയാ ചിരിക്കുന്നേ, എങ്ങനെയാ മുഖത്ത് നോക്കുന്നേ? പക്ഷേ എനിക്കത് വിഷമായോ. മുൻപ് ഗാഥയെ കാണുമ്പോൾ തമ്മിൽ കാണുന്നു, കുറച്ച് കഴിയുമ്പോൾ പിരിയുന്നു എന്നല്ലാതെ മറ്റൊന്നും എനിക്ക് തോന്നാറില്ല. പക്ഷെ ഇപ്പോൾ ഗാഥ എപ്പോഴും അടുത്തുണ്ടാവണമെന്ന് എനിക്ക് തോന്നുന്നു. അടുത്ത് കണ്ട ഒരിക്കലും യാത്ര ചോദിക്കരുതെന്ന് തോന്നുന്നു. ഗാഥ വല്ലാതെ മാറി. ഇപ്പോൾ ഗാഥയെ സ്നേഹിക്കാന്നല്ലാതെ ആർക്കൊരു കുറ്റം പറയാൻ പറ്റില്ല. സാറേ അത് 100% ശരിയാ. മാറ്റമെന്ന് പറഞ്ഞാൽ അത് ചെറിയ മാറ്റമൊന്നും അല്ല. ആരെയൊക്കെയാ കയ്യിലെടുത്തിരിക്കുന്നത്? മുത്തശ്ശി ആയാലും അമ്മയായാലും അച്ഛനായാലും ഗാഥാമഠം കയ്യിലെടുത്ത് വട്ടം കറക്കി കളഞ്ഞില്ലേ? ആദ്യമൊക്കെ കാണുമ്പോ എന്തൊരു ജാടയായിരുന്നു. പറയുന്ന എല്ലാ വാക്കിലും ഒരു ധിക്കാരുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നോക്ക്, എന്തൊരു വിനയത്തോടെയാ സംസാരിക്കുന്നത്. ഒക്കെ സാറിനെ കണ്ടതിന് ശേഷം എന്ന് പറഞ്ഞാ ഈ മാറ്റത്തിന് ഉത്തരവാദി സാറാ. അതെങ്ങനെ? ബിസിനസ് കാര്യത്തിനല്ലാതെ സാധാരണ സാറിന്റെ ഒരു രീതിയുണ്ടല്ലോ, എല്ലാരോടും ഇടപെടുന്ന ആ മാന്യമായ രീതി. അതിനൊപ്പം പിടിക്കണമെന്ന് ഗാഥാമാടത്തിന് തോന്നിക്കാണോ? അതല്ലെങ്കിൽ ഈ സുന്ദരനായ ബിസിനസ്മാൻ തനിക്ക് നഷ്ടപ്പെടുമെന്ന് ഗാഥാമാടം പേടിച്ചു കാണും. അതല്ലേ സാർ ശരി? ഞാൻ പോടോ. ഗാഥ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാ അവളുടെ സ്വഭാവം തന്നെ മാറ്റിയത്. അങ്ങനെ ചെയ്യാനൊന്നും ഒട്ടും എളുപ്പമല്ല. ബട്ട് ഷി ഡിഡ് ഇറ്റ്. അതോടുകൂടിയാ എനിക്കും അയാളത്തെ ഒരുപാട് റെസ്പെക്റ്റും ഇഷ്ടമൊക്കെ കൂടി കൂടി വന്നത്. അതുകൊണ്ട് അയാളെ തിരിഞ്ഞു നോക്കാതെ നടക്കുമ്പോൾ നെഞ്ചിനകത്തൊരു വേദന പോലെയൊക്കെ തോന്നുന്നത്. എന്റെ പൊന്നു സാറേ, ഈ വേദനയൊന്നും വെച്ചോണ്ട് നടക്കരുത്. ഡോക്ടറെ കാണണം. ഏയ് സാറേ, ഡോക്ടറെ കാണുമെന്ന് പറഞ്ഞതേ ഈ വേദന ഉണ്ടാക്കി തന്നയാളെ ഗാഥാമാടത്തെ. സാറേ, ഗാഥാമാടത്തെ ഒന്ന് വിളിച്ചേ, എന്നിട്ട് പിടിച്ചു വണ്ടി കയറ്റി പുറത്തൊക്കെ ഒന്ന് ചുറ്റിയിട്ട് വാ. അപ്പൊ സാറിന്റെ ഈ മൂടോട്ടൊക്കെ ഒന്ന് മാറൂന്നേ. നോക്കാം. പണ്ടൊക്കെ സാറ് നോക്കാന്ന് പറഞ്ഞാലേ ഞാൻ 3 തവണ സാറിനെ ഓർമ്മിപ്പിക്കണമായിരുന്നു. ഇത് ഗാഥാമാടത്തിന്റെ പേരിലായതുകൊണ്ട് അതിന്റെ ആവശ്യമില്ലാതെ എനിക്കറിയാം. ഞാൻ ഓർമ്മിപ്പിക്കാതെ തന്നെ സാർ അത് ചെയ്തോളും. സാറ് മാത്രമല്ല, സകല കള്ളക്കാമന്മാരും അങ്ങനെ തന്നെയാ. അങ്ങനെ അവറാച്ചന്റെ താറാവ് മുഴുവനും ചത്ത്. അമ്മേ, കൂട്ടനാട്ടുകാര് പഞ്ചായത്ത് കൂടി ഇരിക്കണോ? ചോദിച്ച സത്യ, ഞങ്ങള് തങ്കത്തിനോട് നാട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. ഇവരിപ്പോ ദുബായിക്കാരല്ലേ. ദുബായിക്കാർക്ക് നാട്ടിലുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാൻ വലിയ ഇഷ്ടമല്ലേ. ഇത് കണ്ടോ ഗോപാലേട്ടാ, തങ്കേച്ചി വരെ നമ്മളെ കളിയാക്കി തുടങ്ങി. അതെ അതെ. അമ്മയുടെ മരുന്ന്. സുന്ദേച്ചി, ഇത് കുറച്ച് ഫ്രൂട്ട്സാ. നീ എന്തിനാ മോളെ ഇതൊക്കെ വാങ്ങി? പുറത്തു പോകുമ്പോ ഞാൻ വാങ്ങിക്കുമായിരുന്നല്ലോ. അതെ, ഫ്രൂട്ട്സ് വാങ്ങിക്കുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അത് ഇദ്ദേഹത്തെ കൊണ്ട് കഴിപ്പിക്കുക എന്നുള്ളതാണ് ബുദ്ധിമുട്ട്. തങ്കേച്ചി കഴിക്കില്ലേ? ഏതെങ്കിലും ഒരു ഫ്രൂട്ട്സ് എടുത്ത് അരിഞ്ഞ് മുമ്പിൽ കൊണ്ടു ചെന്ന് വെച്ചാലും 1 2 കഷ്ണം കഴിക്കും. പിന്നെ ആ പാത്രം കട്ടിലിന്റെ അടിയിലേക്ക് ഒരു പോക്കാം. ചിലപ്പോ 3 4 ദിവസം കഴിഞ്ഞ് ഈച്ച ആർക്കുന്നത് കാണുമ്പോ
ഞാനത് പുറത്തു കളയും. അപ്പൊ ഒരു ചിരിയുണ്ട്. ഒരു ഇച്ചിരി ചോറും അതിന്റെ തുമ്പത്തൊരു കറിയും. അതിന്റെ അപ്പുറത്തേക്കൊന്നും ഞാൻ ശീലിച്ചിട്ടില്ല. ഇവളാണെങ്കി ഓരോന്ന് വാങ്ങിച്ചോണ്ട് വന്നിട്ട് തിന്നെന്നും പറഞ്ഞ് നിർബന്ധിച്ചോണ്ടിരിക്കും. അവൾക്ക് സ്നേഹിക്കാനും നോക്കാനും ഒക്കെ വേറെ ആരെങ്കിലും ഉണ്ടോ തങ്കേച്ചി? മോളെ, ഓഫീസിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? വൈകി ചെന്നതുകൊണ്ട് വല്ല പ്രശ്നം ഉണ്ടായോ? അയ്യോ തങ്കം, ഞാൻ പറഞ്ഞില്ലായിരുന്നോ കൃഷ്ണയുടെ ഓഫീസിനെ കുറിച്ച്? അവിടെ കൃഷ്ണ ഒരു 10-15 മിനിറ്റ് വൈകി ചെന്നാലും ആരും ചോദിക്കില്ല. അത്രയ്ക്ക് കൊള്ളാവുന്ന കസേരയല്ലേ തങ്കത്തിന്റെ മോളിരിക്കുന്നത്. നല്ല ജോലി അമ്മേ. എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും അവിടെയില്ല. നാളെ മോളോട് ഓഫീസിലേക്ക് ഞാനും വരട്ടെ. എന്തിനാ? ജോലി ചെയ്യുന്ന സ്ഥലം എനിക്കൊന്ന് കാണാലോ. ആ കൂടെ ജോലി ചെയ്യുന്നവരോടൊക്കെ ഒന്ന് സംസാരിക്കുകയും ചെയ്യാം. അമ്മയുടെ അസുഖം മാറിയിട്ട് ഞാൻ അമ്മയെ ഓഫീസിൽ കൊണ്ടുപോവാം. ഓ, അതിനി എന്നാ? അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനേ നാളെ ഞാൻ ഓഫീസിൽ പോകുന്നതിന് മുന്നേ പോണം. ഹോസ്പിറ്റലിൽ ചെന്ന് ചെക്കപ്പ് നടത്തണം. അല്ലാതെ ഇവിടെ സുഖിച്ചിരിക്കാന്ന് കരുതിയോ എന്റെ സുന്ദരിക്കുട്ടി? ആശുപത്രിയിൽ പോകുന്ന കാര്യം ആലോചിക്കുമ്പം തലയുടെ വെളിവൊക്കെ അങ്ങ് പോകും. ദേ, ഇത്രയും ദൂരം അതിനു വേണ്ടി വന്നിട്ട് ഇനി ആശുപത്രിയിൽ പോവാതിരിക്കാനുള്ള ന്യായങ്ങൾ പറഞ്ഞു. നാളെ നേരത്തെ റെഡിയായിട്ട് എന്റെ കൂടെ ഇങ്ങ് വന്നേക്കണം. പാവം, ഓഫീസിലെ ജോലിയും എന്റെ കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ഓട്ടമൊക്കെ ആയിട്ട് വല്ലാതെ അങ്ങ് തളർന്നു. എന്താ മോളെ, എന്തു പറ്റി? ഒന്നുമില്ല. അമ്മയോട് ഇങ്ങനെ ഓരോന്ന് പറയേണ്ടി വരുമ്പോ എന്തോ ഒരു ടെൻഷൻ. അമ്മയോട് എനിക്കിങ്ങനെ പറഞ്ഞു നിൽക്കാനൊന്നും പറ്റില്ല. അമ്മയുടെ നല്ലതിന് വേണ്ടിയല്ലേ മോളെ. തൽക്കാലം അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ല. പിന്നെ സിത്താര മാഡത്തിന്റെ വീട്ടിലെ ജോലി കഴിയുമ്പോൾ നിനക്കൊരു ജോലിയുടെ കാര്യം ഗോപാലമാമ നോക്കുന്നുണ്ട്. എവിടെയെങ്കിലും ശരിയാവും. അന്ന് അമ്മയുടെ ആഗ്രഹം പോലെ നീ ജോലി ചെയ്യുന്ന ഓഫീസ് നിനക്ക് കൊണ്ടുപോയി കാണിക്കാം. എല്ലാരെയും പരിചയപ്പെടുത്തുകയും ചെയ്യാം. ഒക്കെ നടക്കും മോളെ.